ഹായ്, ജയദേവ് വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അച്ചാച്ചൻ റിവേഴ്സ് നീന്തുകയാണ്. കൂട്ടുകാരാരെങ്കിലും റിവേഴ്സ് നീന്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് സ്കൂൾ അവധിയായിട്ട് നമ്മൾ കണ്ണൂർ ശ്രീ ജലദുർഗ ക്ഷേത്രത്തിൽ നീന്താൻ വന്നിരിക്കുകയാണ്. ഒന്നര കോടി ചെലവിൽ ഈ കണ്ണൂരിലെ കുന്നാവ് ജലദുർഗ ക്ഷേത്രം പുതുക്കി പണിതിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്കെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ ഈ കുളം ഏകദേശം റെയിൽപാതയ്ക്ക് അരികിലായിട്ട് വരും. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രക്കുളം. 2 വർഷം മുന്നേ ഇത് കോടികൾ ചെലവാക്കി പുതുക്കിപ്പണിത കുളമാണ്. കൂട്ടുകാരെ, ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പണ്ടൊക്കെ ഈ തേങ്ങാത്തൊണ്ട് ഉപയോഗിച്ചിട്ടാണ് എല്ലാ കുട്ടികളും നീന്തം പഠിക്കാറുള്ളത്. ഇതിന് ഈ രണ്ടും കൂടി ഇങ്ങനെ കെട്ടിയതിന് തൊണ്ടര എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇത് ഉണ്ടാക്കാനും ഇതുപയോഗിച്ച് നീന്താനും ആരും മെനക്കെടാറില്ല. ഇന്ന് നമ്മൾ ആദ്യമായി ഇവനെ നീന്തം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ തൊണ്ടര ഉപയോഗിച്ച്. എക്സലന്റ് എക്സലന്റ്. ആടെ പോയി പിടിക്കേ, അങ്ങ് ആടെ പോയി പിടിക്കേ. കുറച്ചുകൂടി പോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. പഠിച്ചില്ലേ? വെള്ളത്തിൽ തീരെ ഒരു ഗ്രിപ്പില്ലാത്ത ഒരു കുട്ടിയാണ് അവൻ. നല്ലവണ്ണം നീന്താൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല എന്നാ പറയണ്ടേ? റൈറ്റ്. ഇതുപോലത്തെ ഈ തൊണ്ടര ഉപയോഗിച്ചാൽ 1-2 ദിവസം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നീന്താൻ പഠിക്കാവുന്നതാണ്. നീന്തടാ, നീന്തിക്കോ, നീന്തണ്ട്. അത് സാറില്ല.
ആ നീ പോ. കൈ അടിയിലോട്ട് പോയി മോനെ, കൈ അടിയിലോട്ട് പോട്ട്. നീ കൈയും കാലും അനക്കാണ്ട് വെച്ചാട്ടെ, കൈയും കാലും അനക്കാണ്ട് വെച്ചാട്ടെ. കണ്ടാ നിനക്ക് പൊന്തി നിൽക്കുന്നുണ്ടോ? അതാണ് ഈ തൊണ്ടരേൻ്റെ പ്രത്യേകത. നമ്മുടെ ഈ കുന്നാവ് ശ്രീ ജലദുർഗ ക്ഷേത്രത്തിന് ചുറ്റിലും ഒരു കദളി വനം തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. വാഴകളുടെ ഒരു കൂട്ടം തന്നെയാണ്, ആയിരക്കണക്കിന് വാഴകൾ. നമ്മുടെ ഈ കുന്നാവ് ജലദുർഗ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ കുളം കണ്ണൂർ ജില്ലയിൽ തന്നെ എല്ലാവർക്കും നീന്തുവാനും നീന്തൽ പഠിപ്പിക്കാനും ഈ കുളത്തെ കവച്ചു വെക്കാൻ വേറൊരു കുളം ഇപ്പോഴില്ല എന്ന് തന്നെ പറയാം. കുന്നാവ് ശ്രീ ജലദുർഗ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് കുളക്കരയിൽ കാണുന്ന ചെറിയ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. നമ്മുടെ ഈ ചെറുമകൻ ഇന്ന് നീന്തുന്നില്ല, ചെറിയൊരു ജലദോഷം കാരണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.